ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ എൻ്റെ ഫാമിലി, അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ എൻ്റെ ചേച്ചിയുടെ മകൻ, അപ്പോൾ അനിയനുമായിട്ട് എൻ്റെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നമ്മൾ പോകാൻ പോകുന്ന പൊന്മുടിയിലേക്കാണ്. ഇപ്പോൾ മൺസൂൺ സീസൺ ആണ്, അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ ആയിരിക്കും എന്ന പ്ലാനിങ്ങിലാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു മൺസൂൺ സീസണിൽ എൻ്റെ രണ്ടാമത്തെ പോക്കാണ് കേട്ടോ. കാരണം പൊന്മുടി എന്ന് പറയുന്നത് നമുക്ക് എത്ര പോയാലും മടിക്കാത്തൊരു പ്ലേസാണ്. അപ്പം ഫാമിലി ആയിട്ട് പൊന്മുടിയിലേക്കാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ട് പൊന്മുടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് കല്ലറ, പാലോട്, അതുവഴി വിതുര കയറിയിട്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. കാരണം എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് നഗരൂരാണ്. അപ്പോൾ എല്ലാവരും കാറിൽ കയറി, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കയറി കേട്ടോ. അപ്പോൾ അച്ഛനും എല്ലാവരും ബാക്കിലുണ്ട്. നമ്മൾ സുമതി വളവ് വഴി അവിടെ എത്താറായി കേട്ടോ ഏകദേശം. അപ്പോൾ ആ ഒരു റോഡൊക്കെ കയറിയാണ് പോകുന്നത്. ഉടനെ തന്നെ അതിൻ്റെ ഫിലിം വരുന്നുണ്ട്. യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ഞാനും ചേട്ടനും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അത്ര ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലല്ല, പക്ഷെ അവർക്ക് പുറത്ത് പോകുന്നതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് പോക്കാണ്. അമ്മ ആദ്യമായിട്ടാണ് പൊന്മുടിയിലേക്ക് വരുന്നത്. നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. കാരണം ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് മീൻസ് നമ്മൾ ശനിയും ഞായറും അല്ല പോകുന്നതെങ്കിൽ പോലും നല്ല തിരക്ക് ഉണ്ട് അങ്ങോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. ഫാമിലി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ചെക്കിങ് കാണത്തില്ല. ബട്ട് നിങ്ങൾ ഒരു 2 പേരായിട്ടോ ജെൻസൊക്കെ ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാറ് നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. അവർ ഡിക്കിയും നമ്മുടെ കയ്യിലുള്ള ബാഗ് സഹിതം അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റത്തുള്ളൂ. നമുക്ക് 4 പേർക്ക് കൂടി 200 രൂപയാണ് ആയത്. മോന് ടിക്കറ്റ് വന്നിട്ടില്ല. മോന് 10 വയസ്സാണ് വരുന്നത്. അവന് ടിക്കറ്റ് എടുത്തിട്ടില്ല. കാറിന് ഇൻക്ലൂഡ് ചെയ്ത് 200 രൂപയാണ് നമുക്കായിട്ടുള്ളത്. കുട്ടികളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും പോകാൻ പറ്റിയൊരു പ്ലേസാണ് പൊന്മുടി എന്ന് പറയുന്നത്. നമുക്ക് എപ്പോൾ പോയി കഴിഞ്ഞാലും ഒരു പ്രത്യേക ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് പൊന്മുടി. കാരണം അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ്. 21 ഹെയർ പിന്ന് കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുന്നത്. ആ ഹെയർ പിൻ കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ്സൊക്കെ താത്തിയിടാം. കാരണം പൊടികളോ ഒന്നും തന്നെ ഇല്ല. നല്ല തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഈ ഒരു കാട്ടിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത്. പോകുന്ന വഴിക്കെല്ലാം ചെറിയ അരുവികളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തിരക്കും അതുപോലെ തന്നെ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്താനോ ഇറങ്ങാനോ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം താഴെ നിന്ന് നമുക്ക് തന്നിട്ടാണ് മുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മളെ വിടുന്നത്. വയനാട് ചുരം കയറുന്ന പോലെ അത്രയും ഒരു അപകട സാധ്യത മേഖലയല്ല ഇത്. എങ്കിലും വളരെ കെയർഫുള്ളായിട്ട് പറഞ്ഞ സ്പീഡ് ലിമിറ്റിൽ തന്നെ വണ്ടി ഓടിച്ച് എല്ലാവരും പോകാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല മഴയാണ്. നല്ല മഴയായിട്ട് പോലും നമ്മളിന്ന് ഇറങ്ങിയത് നമുക്കറിയായിരുന്നു ടോപ്പിൽ നല്ല കോടമഞ്ഞും ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ പൊന്മുടിയിലേക്ക് എത്തും തോറും കോടയായിരുന്നു ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നത്. വിഷ്വലൊന്നും നമുക്ക് ഫ്രണ്ടിലെ ഗ്ലാസ് വ്യൂ ഒന്നും അങ്ങനെ കാണാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയും സ്പീഡ് കുറച്ചാണ് വണ്ടി ഇപ്പോൾ ഓടിച്ചു പോകുന്നത്. നല്ലൊരു ട്രാവൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വന്ന ഉടനെ വാഷ്റൂമിൽ പോകുന്നതിനും ഒരു ടീ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവിടെ വന്നിട്ട് സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇന്നും അവിടെ ഉണ്ടായിരുന്നത് കപ്പയും ചമ്മന്തിയാണ്. അപ്പം നമ്മളത് ഓർഡർ ചെയ്തു. കാരണം ഞാനും ചേട്ടനും ഫുഡ് കഴിക്കാതെയാണ് വന്നത്. ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും ഒരു കട്ടനൊക്കെ പറഞ്ഞ് ഇത് കഴിച്ചു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇന്നത്തെ കപ്പ അത്ര അങ്ങോട്ട് നല്ലതല്ലായിരുന്നു. എന്തോ ഒരു ടേസ്റ്റിന് വ്യത്യാസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയിട്ട് ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞ് കിടക്കായിരുന്നു പൊന്മുടി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഓൾറെഡി നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അവിടേക്ക് ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും. ഇതെൻ്റെ അനിയനാണ്. അനിയനെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മകനാണ്. നമ്മൾ തമ്മിൽ അത്ര ഒരു ഏജ് ഗ്യാപ്പേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുമ്പോഴും എൻ്റെ അനിയനാണോ എന്നാണ് ഇവനെ ചോദിക്കുന്നത്. നമ്മളൊരു ടോം ആൻഡ് ജെറി സെറ്റപ്പാണ്. എപ്പോഴും അടിയാണ്. പക്ഷേ നമ്മൾ തമ്മിലൊരു ബോണ്ടിങ്ങും സ്നേഹവും. എൻ്റെ കൂടെ എവിടെ പോകാനാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ചാടി ഇറങ്ങുന്നൊരു പ്രകൃതവും കാര്യങ്ങളാണ് അവനും ഞാനും എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന, എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വന്ന ഫസ്റ്റ് ആൺതരിയും കൂടെയാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും നല്ലതും ഒക്കെ അവനുണ്ട്.
ഇത്രയും നമ്മൾ പറയുന്നുണ്ട്, ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പൊന്മുടിയിലെത്തിയെങ്കിലും ഇതല്ല ആക്ച്വൽ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന വ്യൂ എന്ന് പറയുന്നത് ഇനി കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പയ്യെ അവിടുത്തെ ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് പോകാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ഇവിടെ നിന്ന് മുകളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പൊന്മുടിയുടെ ഒരു ബ്യൂട്ടി, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. പൊന്മുടിയിൽ ചെറിയൊരു മഴയുണ്ട്, അതുപോലെ തന്നെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ആരെയും കാണാൻ വയ്യ. അതായത് ബാക്ക് കണ്ടോ, ഒത്തിരി ആൾക്കാരവിടെ ഉണ്ട്, പക്ഷെ ആരെയും കാണാനില്ല. നമ്മളിപ്പോൾ പാർക്കിങ്ങിലാണ്. പിന്നെ ഒത്തിരി നിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വഴിയിൽ ഒരുപാട് പ്ലേസ് ഉണ്ട്, അവിടെ ഒന്നും നിർത്താൻ പാടില്ല, വണ്ടി സ്ലോയിലേ പോകാൻ പാടുള്ളൂ. കാരണം നല്ല ട്രാഫിക്കുണ്ട്. നല്ല ട്രാഫിക് എന്ന് വെച്ചാൽ നല്ല ട്രാഫിക്കാണ് ഇങ്ങോട്ട് കയറി വരാൻ. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഇച്ചിരി ഒന്ന് കുറവുണ്ട്. ബട്ട് ഫുള്ള് കോടമഞ്ഞ് മൂടി കിടക്കുകയാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് ബാക്കിൽ. നമുക്ക് 4 പേർ കൂടി ചേർത്ത് 200 രൂപയാണ്. ഞങ്ങളുടെ കൂടെയുള്ള മോന് 10 വയസ്സായതുകൊണ്ട് അവന് ടിക്കറ്റ് ആയിട്ടില്ല. 10 വയസ്സുള്ളവർക്ക്, അതിന് എബോ ഉള്ളവർക്ക് എത്രയോ വയസ്സ് വരെ നമുക്ക് ടിക്കറ്റ് ഇല്ല. വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ തന്നെ പൊന്മുടിയിലുണ്ട്. അത് എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ താഴെ നിന്ന് അത് അടച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആരുടെ നിന്നെങ്കിലും പാർക്കിംഗ് ഫീസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് കളയാതെ തന്നെ കയ്യിൽ വെച്ചേക്കണം. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സണാണ് കേട്ടോ എൻ്റെ അമ്മ. എൻ്റെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. നീ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കുന്നത് മറ്റുള്ളവരും നമ്മുടെ ഫാമിലിയൊക്കെ കാണുന്ന സമയത്തൊക്കെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലിപ്പിങ്സ് അമ്മയുടേത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തങ്ങ് കൊടുത്തിരിക്കുകയാണ്. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയെന്നാണ് പൊന്മുടിയെ ആദിവാസികൾ വിശേഷിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസവും അതുതന്നെയാണ്. എന്നാൽ പുരാതന കാലത്ത് ബുദ്ധജൈന സംസ്കാരമാണ് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണ് പിൽക്കാലത്ത് പൊന്മുടി എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഊട്ടി തന്നെയാണ്. അതാണ് ഞാൻ തമ്പനയിൽ കൊടുത്തത്. നമ്മുടെ ട്രാവൻകാരുടെ ഊട്ടിയാണ് ആക്ച്വലി പൊന്മുടി എന്ന് പറയുന്നത്. പൊന്മുടിയിലെ KSRTC ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ വഴിയെന്ന് പറയുന്നത് KSRTC സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇത്ര സമയത്തിൻ്റെ ഇടവേളയിൽ ഇവിടെ ബസ് എത്തുന്നതാണ്. വരുന്ന ബസ്സിൽ തന്നെ തിരിച്ചു പോകണമെന്നില്ല, നമുക്ക് അടുത്ത വരുന്ന ബസ്സിൽ തിരിച്ചു പോയാൽ മതി. നമുക്ക് ഇഷ്ടാനുസരണം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ്. 4 മണി വരെയാണ് താഴെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടുന്നത്. അതിനുശേഷം ഒരു 6:30 മണി വരെ ആണെന്ന് തോന്നുന്നു മുകളിൽ നിന്ന് നമുക്ക് കറങ്ങാനായിട്ടുള്ളൊരു സമയം കിട്ടുന്നത്. അതിനുശേഷം പൊന്മുടി ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പം വരുന്നവരൊക്കെ ഏകദേശം ഒന്നുകിൽ രാവിലെ വരിക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങി നിങ്ങൾക്ക് ഈവനിങ്ങോട് കൂടി തിരിച്ചു പോവുക. ആ ഒരു രീതിയിൽ വേണം വരാൻ. ഫുഡും നമുക്കിവിടെ ഉണ്ടെങ്കിലും താഴെ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് മുകളിലിരുന്ന് കഴിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളും കൈ വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിച്ചിടാതെ മാക്സിമം ശ്രദ്ധിക്കുക.
പൊന്മുടി ഞാൻ എപ്പം വിസിറ്റ് നടത്തിയാലും ഈ ഒരു അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ അവിടുത്തെ തേൻനെല്ലിക്ക വാങ്ങും. അത് വാങ്ങുന്നത് എനിക്ക് മറ്റ് സ്ഥലത്തു നിന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും അതിൻ്റെ അകത്ത് ഒറിജിനൽ തേൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ ഇവിടെ വന്നിട്ട് പോയാലും ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ ഇരിക്കുന്ന മാങ്ങയൊക്കെ നാടൻ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. നല്ല വിലയൊന്നുമില്ല. 10 രൂപയാണ് ഒരു നാരങ്ങയുടെ ഒരു പീസിന് വരുന്നത്. ഈ ബോട്ടിൽ വാങ്ങുന്നതിനേയും കാട്ടി ഇങ്ങനെ സെപ്പറേറ്റ് കവറിൽ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഉപ്പിലിട്ട കാരയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. എല്ലാം 20 റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് വണ്ടി കയറുന്ന നേരത്ത് എനിക്ക് കിട്ടിയതാണ് തേയിലയുടെ പൂവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് തേയില കണ്ടിട്ടുണ്ടെങ്കിലും പൂവൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് തേയിലയുടെ പൂവെന്ന് പറയുന്നത്. തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇടതുവശത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ്. ഇവിടെ വന്നിട്ട് ചിലരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമെന്ന് പറയില്ല, നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ്. ഇവിടെ നമുക്ക് വെള്ളം എടുത്താലും കാട്ടിൽ നിന്ന് ഒഴുകി ഡയറക്റ്റ് വരുന്ന വെള്ളമായതുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ഡയറക്റ്റ് എടുക്കാൻ പറ്റിയ നല്ല പ്യുവർ വാട്ടറാണ് ഈ ഒരു വാട്ടർഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവുക. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഐശ്വര്യ ഹോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടുത്തെ പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ് ഇതൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെയാണ്. അത്ര ഒരു റേറ്റോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളിവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.